السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ട്രേഡ് സൊല്യൂഷൻ എന്ന ഇസ്ലാമിക് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം വശീകരണം എന്നതിനെക്കുറിച്ചാണ്. കാരണം പലർക്കും പല രീതിയിലും സംശയമുള്ളതും അത് കാരണം പല രീതിയിലും പൈസ നഷ്ടപ്പെട്ടു പോയ പലരും എന്നെ സമീപിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ, കൈവിഷത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാനതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വശീകരണത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. അതായത് കൈവിഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് വശീകരണം എന്നുള്ളത്. അതായത് എന്താണ് കൈവിഷം? ഒരാളെ നമ്മളിലേക്ക് ഒന്നുകിൽ അയാളെ നശിപ്പിക്കാൻ വേണ്ടി, അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് ചില മന്ത്രകർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തു, അതിൽ ആവാഹിക്കപ്പെട്ട ഒരു പൈശാചിക ശക്തിയെ അയാളുടെ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെള്ളത്തിലൂടെയോ അയാൾ വയറ്റിലെത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് കൈവിഷം എന്നുള്ളത്. ഇത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒന്ന്, അയാളെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടാമത്തത് അയാളെ നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഒരു അടിമ എന്നോണം നമ്മളെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൈവിഷം കൊടുക്കാറുണ്ട്. അതാണ് വശീകരണം. അപ്പോൾ ഒരാളെ അയാളുടെ സമ്മതമില്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഉപയോഗിക്കാൻ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന, അയാൾ മാനസികപരമായിട്ട് നമ്മളിലേക്ക് മാത്രം, അതായത് അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് കേന്ദ്രീകൃതമാകുന്ന രീതിയിൽ അയാളെ മനസ്സ് മാറ്റി വശീകരിച്ച് കൊണ്ടുവരുന്ന ഒരു കർമ്മമാണ് വശീകരണം. അത് ഒരു വലിയ സിഹറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് സിഹറാണ്, കൊടിയ സിഹറാണത്. ഒരാളെ ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് അയാളെ മനസ്സ് മാറ്റിയിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരിക, വശീകരിച്ച് കൊണ്ടുവരിക. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും വശീകരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ, അങ്ങനെ നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വശീകരണം നടന്നാലും ഇല്ലെങ്കിലും, അതായത് നിങ്ങൾ ഒരാളെ വശീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്തു, അയാൾ ചില പൂജാകർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും ഹോമങ്ങളും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് സിഹറാണ്, കൊടിയ സിഹറാണ്, അത് കുഫ്രാണ്, അത് ഹറാമാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. അതായത് നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും സമീപിച്ചാൽ തന്നെ അത് ഹറാമാണ്. നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന രീതിയിൽ എന്താകും, അത് നിങ്ങൾക്ക് എതിരായിട്ട് ബാധിക്കുന്നൊരു കാര്യമായിട്ട് മാറും. വശീകരണം എന്നുള്ളത് ചെയ്താൽ നടക്കുന്നതാണോ? കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് വീഡിയോ കാണാം വശീകരണത്തിൻ്റെ. അങ്ങനെ ചെയ്താൽ വശീകരണം നടക്കും, ഇങ്ങനെ ചെയ്താൽ 100% ഉറപ്പ്. ഇതൊക്കെ 100% തട്ടിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൈസ നഷ്ടപ്പെട്ടു, അതോടൊപ്പം നിങ്ങളെ മാനവ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. കാരണം ഈ വശീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ചില, എന്താ പറയുക, നിഷിദ്ധമാക്കപ്പെട്ട ചില കർമ്മങ്ങളാണ്. കാരണം ഒരു ആളുടെ സമ്മതമില്ലാതെ അയാളുടെ മനസ്സിൽ മാറ്റിയിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അന്യായമാണ്. അത് തീർച്ചയായും അന്യായമാണ്. അതൊരു ശരിയായ കർമ്മമല്ല, അതൊരു തെറ്റായ കർമ്മമാണ്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കർമ്മങ്ങളും വസ്തുക്കളും പൂജകളും ഒക്കെ തെറ്റാണ്, ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, അങ്ങനെ കർമ്മങ്ങൾ ചെയ്താൽ ഒരാളെ മനസ്സ് മാറ്റാൻ പറ്റുമോ? സിഹറിനെ കുറിച്ച് ഞാൻ പറയാറുണ്ടല്ലോ, സിഹർ ബാധിക്കും, അത് ബാധിക്കും. അതുപോലെ തന്നെ വശീകരണം ചില രീതിയിൽ ബാധിക്കും, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോകളിൽ കാണുന്നത് പോലെ അത് ചെയ്താൽ, ഇത് ചെയ്താൽ, അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ആ പൂജ ചെയ്താൽ, ഈ പൂജ ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പരസ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പിന്നെ ഇതുപോലെ ചെയ്യുന്ന ജ്യോത്സ്യന്മാരെയോ
പണിക്കർമാരെയും ഉസ്താദുമാരെയും സമീപിച്ചിട്ട് അവർ പറയും വശീകരണത്തിൻ്റെ കർമ്മം ചെയ്യാം. അപ്പോൾ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബിലും അതുപോലെ തന്നെ പരസ്യങ്ങളിലും കാണുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്തു തരണം, ഇന്ന ആളെനിക്ക് വശീകരണം ചെയ്തു തരണം, വശ്യം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ അവർ അത് ഏറ്റെടുക്കുകയും ഇന്ന രീതിയിലൊക്കെ ചെയ്യാനുണ്ട് 50,000, 1,00,000, 2,00,000 ഒക്കെ പറയുകയും നിങ്ങളത് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു. അവസാനം കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം മറ്റാരോടും പറയാൻ പറ്റുമോ വശീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നയാൾക്ക് പൈസ കൊടുത്തു? അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മാനവുമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് അർഹതപ്പെടാതൊന്നും തന്നെ നാം ആഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മളുടെ ഈമാനും നമ്മളുടെ സമ്പത്തും മാനവും ഒന്നും തന്നെ കളയാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 99.99% പരസ്യങ്ങളും വീഡിയോകളും ജസ്റ്റ് അവരുടെ വരുമാന മാർഗം മാത്രമാണ്. അവർ വയറ്റിപ്പേപ്പിൻ്റെ പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് തുക സ്വരൂപിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് ഇതിനാവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇനി ഇത് ചെയ്യുന്നവരുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് പറയാനും പറ്റില്ല. ചെയ്യുന്നവരിന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ സിഹർ കാര്യങ്ങൾ ചെയ്യുന്നവർ അവരും പൈസക്ക് വേണ്ടി തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ 1-2 നിഷിദ്ധമായിട്ടുള്ള കർമ്മങ്ങളും പൂജകളും മറ്റുമൊക്കെ അവർ ചെയ്തു തരും. ചിലപ്പോൾ ഏതെങ്കിലും പൈശാചിക ശക്തിയെ പ്രീണിപ്പിച്ചിട്ട് അതുമൂലം ചെറിയ തരത്തിൽ എഫക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ ഈ വശീകരണത്തിൻ്റെ എഫക്റ്റും ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ സിഹർബാധ ഏൽക്കുന്നത് പോലെ തന്നെ ഇതും ഒരു സിഹറാണ്. അതിൻ്റെ എഫക്റ്റ് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുണ്ടാകാം. എന്നല്ലാതെ ആരെങ്കിലും വശീകരണം ചെയ്തെന്നോ അതിനുവേണ്ടി പൂജ ചെയ്തെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി കർമ്മം ചെയ്തെന്നോ വിചാരിച്ചിട്ട് ഒരു വശീകരണവും ഏശാൻ പോകുന്നില്ല. അതൊക്കെ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനം മാത്രമായിട്ടേ നിങ്ങൾ കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇതിന് വേണ്ടി ആരെങ്കിലും സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. കൂടെ നിങ്ങളുടെ മാനവും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക. അന്യായമായിട്ടുള്ളൊരു പ്രവർത്തനവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനും മറ്റുള്ളവർ സമ്മതം കൂടാതെ നമുക്ക് വിധേയപ്പെട്ടു തരാനും അതുപോലെ തന്നെ അവർക്കെല്ലാ രീതിയിലും അവരെ ജീവിത കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതൊക്കെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്. അത് ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുന്നതാണ്. അത് നിങ്ങൾക്ക് തന്നെ നാശം വരുത്തുകയുള്ളൂ. നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ നിങ്ങൾ തന്നെയാണ് വീഴുക. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറുക. ഒരു വശീകരണവും ഒരു വശ്യവും ഒരു പൂജാരിക്കോ ഇതുപോലെയുള്ള ആളുകൾക്കോ ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിക്കുകയും അരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലത് ചെയ്യാനും നല്ലത് കേൾക്കാനും അതിനനുസരിച്ചിട്ട് നന്മ ചെയ്യാനുമുള്ള സൽബുദ്ധി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിൻ്റെ വഴിയിൽ നല്ല രീതിയിൽ നേരാഴ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇതുപോലെയുള്ള എല്ലാ സിഹറിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്മ പറയാനും അത് പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് നന്മ എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.